അനധികൃതമായി സൂക്ഷിച്ച പണവുമായി രജിസ്ട്രേഷൻ വകുപ്പിലെ ജീവനക്കാർ വിജിലൻസിന്റെ പിടിയിൽ. നോർത്ത് സെൻട്രൽ സോൺ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ MC സാബുവും 5 ജീവനക്കാരുമാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 33,050 രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ വേലി തന്നെ വിളവ് തിന്നുക എന്നുള്ളത് പലയിടങ്ങളിലായി ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ അവർ എന്തെങ്കിലും ആവശ്യത്തിന് സൂക്ഷിച്ചതാണോ? എങ്ങനെയാണ് ഈ പണം വന്നത്? എന്താണ് ഇവരിലേക്ക് ഇങ്ങനെ ഒരു സംശയം എന്തെങ്കിലും വന്നിട്ടാണോ ഇവരെ പിടിച്ചത്? ഏത് രീതിയിലാണ്? തീർച്ചയായും കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വിജിലൻസിന്റെ പരിശോധന. അതാ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഇതിൽ 3 പ്രതികൾ ഈ വാഹനത്തിലുണ്ട്. 3 പേർ കൂടി ഇപ്പോൾ ഈ അകത്ത് വൈദ്യപരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതികൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ വൈദ്യപരിശോധനയ്ക്ക് അടക്കം എത്തിച്ചിരിക്കുന്നത്. സ്മിത, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ തൃശൂർ വിജിലൻസ് DYSP ജീംപോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം തൃശൂരിലെ ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള അശോക ഇൻ ബാർ ഹോട്ടലിൽ നിന്ന് ഈ 6 പേരെയും കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരെ പിടികൂടുന്ന സമയത്ത് 33,050 രൂപ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. അത് ഇവർ ഈ ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിലടക്കം രേഖപ്പെടുത്താത്ത പണമാണ് എന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത്. അതായത് ഈ നോർത്ത് സോൺ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർക്ക് നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കൈക്കൂലി പണമാണ്. അതായത് പലയിടങ്ങളിൽ നിന്ന് ഇവർ പിരിച്ച കൈക്കൂലിയുടെ വിഹിതം കൊടുക്കാൻ വന്നു എന്നുള്ളതാണ് നിലവിൽ ഇത് സംബന്ധിച്ച് വിജിലൻസ് പറയുന്നത്. ഇങ്ങനെ കൈക്കൂലി ആയി പിരിച്ചെടുത്ത പണം അത് വീതം വെക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വിജിലൻസ് ബാർ ഹോട്ടലിൽ എത്തുന്നതും പിന്നീട് പരിശോധന നടത്തുന്നതും. അങ്ങനെ ഇവരിൽ നിന്ന് 33,000-ലധികം രൂപ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം ഈ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ 6 പേരിൽ 5 പേരും മദ്യപിച്ചതായി കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് രക്തപരിശോധന നടത്തി കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നിലവിൽ ഈ 6 പേരെയും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്ന. വൈദ്യപരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് വിജിലൻസ് അറിയിച്ചിട്ടുള്ളത്. സ്മിത, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സൂരജ്, അവർക്ക് അവരുടെ മുഖം കാണിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ആലോചിക്കുന്നില്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. മിന്നൽ പരിശോധനയിലാണ് ഇങ്ങനെ പണം പിടികൂടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിങ്ങനെ ഒരു പതിവ് രീതി ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ കാണാറുണ്ട് പല ഓഫീസുകളിലും ഇതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി പലരും പണം കൊടുക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ ആ രീതിയിൽ ഇവർ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ള പരാതി, അങ്ങനെ എന്തെങ്കിലും കാര്യം ഉയർന്നിട്ടുണ്ടോ? സ്മിത, തീർച്ചയായും നമ്മളിത് സംബന്ധിച്ച് വിജിലൻസുമായി സംസാരിച്ചതാണ്. അവർ പറയുന്നത് കൃത്യമായ വിവരങ്ങൾ നേരത്തെയും പരാതികൾ എല്ലാം തന്നെ വിജിലൻസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പിടിയിലായവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇവരുടെ കയ്യിൽ 33,000 അല്ല അതിലേറെ തുക ഉണ്ടാകും എന്നായിരുന്നു ഇവരുടെ ഒരു അടിസ്ഥാനം. പക്ഷേ പിടിച്ചെടുത്തത് ഇപ്പോൾ 33,000 രൂപയാണ്. ഈ രജിസ്ട്രേഷൻ നടപടികളുടെ ഭാഗമായി പലപ്പോഴായി വാങ്ങുന്ന ആ കൈക്കൂലി പണം വീതം വെക്കുന്നതിന് വേണ്ടി ഇവർ ഇത്തരത്തിൽ ഒത്തുകൂടാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് ഇവർ വന്നത് ഒരു മീറ്റിംഗിന് വേണ്ടിയാണ്. മന്ത്ലി കോൺഫറൻസിന് വേണ്ടി ഇവിടെ എത്തുന്ന സമയത്താണ് ഈ രജിസ്ട്രേഷൻ ഓഫീസുകളിൽ നടക്കുന്ന കൈക്കൂലി ഇടപാടിന്റെ പണം വീതം വെക്കുന്നതെന്നുള്ളതാണ് വിജിലൻസിന് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇവർ അശോക ഇൻ എന്ന് പറയുന്ന ബാർ ഹോട്ടലിൽ എത്തുന്ന സമയത്ത് വിജിലൻസിന്റെ സംഘം അവിടെ കാത്തുനിന്നു. ഈ ബാർ ഹോട്ടലിൽ നിന്ന് ഇവർ പുറത്തിറങ്ങി വരുന്ന സമയത്താണ് വിജിലൻസിന്റെ സംഘത്തിന് മുന്നിൽ ഇവർ പെടുന്നതും പിടിയിലാകുന്നതും. ആ സമയത്താണ് 33,050 രൂപ പിടിച്ചെടുക്കുന്നു. ഡ്യൂട്ടി സമയമാണ്. ഈ ഡ്യൂട്ടി സമയത്താണ് ഇവർ മദ്യപിച്ചിരുന്നത്. അങ്ങനെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് ഇവർ മദ്യപിച്ചിരുന്നു എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക പരിശോധന നടത്തുന്നു. അതിൽ പിടിയിലായ 6 പേരിൽ 5 പേരും ഈ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൈക്കൂലി വാങ്ങുന്ന സമയത്ത് ഒരു മടിയുമില്ലാതെ കൈക്കൂലി വാങ്ങുന്ന ആളുകളാണ്. വിജിലൻസിന്റെ പിടിയിലായ സമയത്ത് മുഖം മറച്ച് ഈ വാഹനത്തിലിരിക്കുന്ന ഇനി 3 പേരുടെ കൂടി വൈദ്യപരിശോധന പൂർത്തിയാകാനുണ്ട്. അവർ നിലവിൽ ജില്ലാ ആശുപത്രിക്ക് അകത്താണുള്ള. സ്മിത, സുരേഷ് സജിയാണ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേർന്നത്.